ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുട്ടിയെ ഇവരോടൊപ്പം ഓർഫനേജിലേക്ക് അയക്കണം. ഇതെന്റെ മോളാ. ഞാൻ എന്റെ മോളെ ഒരിടത്തേക്കും വിടില്ല. കേട്ടോ നീ മോളെ, വസന്താന്റി പഠിക്കുമ്പോഴേ 5 മാർക്കിന് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ ചോദിക്കുമായിരുന്നു. കൂടുതലും ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ അടയാളപ്പെടുത്താനാ പറയാറ്. എനിക്കത് അന്നും അറിഞ്ഞൂടാ, ഇന്നും അറിഞ്ഞൂടാ. എന്നിട്ട് ഈ വസന്താന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലല്ലോ. ദേ, ഈ പാലുടിച്ചിട്ട് വാ, പഠിക്കാം. നമ്മളെ പയ്യെ കാര്യങ്ങളൊക്കെ പഠിച്ചാ മതി മോളെ. ഇന്ന് പഠിക്കുന്നൊന്നും അല്ല നാളെ. ഹോ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് ചോദിച്ച് ആ കൊഞ്ചലിയൻ സാറ് എന്നെ എത്ര അടി അടിച്ചിട്ടുണ്ടെന്നറിയോ? 8 എണ്ണം. അവസാനം അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചപ്പോഴേ ദേ സംസ്ഥാനങ്ങളുടെ എണ്ണം അവര് വീണ്ടും കൂട്ടി. ഇനി ദിയ മോള് നോക്കിക്കോ, മോള് വസന്താന്റിയുടെ പ്രായമാകുമ്പോഴേക്കും ഇനിയും സംസ്ഥാനങ്ങളുടെ എണ്ണം അവര് വീണ്ടും കൂട്ടും. ആരോ വരുന്നുണ്ടല്ലോ വന്ദനെ. സതീഷേട്ടനെ മങ്ങാട്ടുള്ള അപ്പച്ചി കല്യാണം പറയാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. ചെറുക്കൻ പെണ്ണിനെയും കൊണ്ടൊന്ന് ഒളിച്ചോടി പോയതാ. പിന്നെ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാരെയും വിളിച്ചൊരു കല്യാണം നടത്തുന്നു. അത്രേ ഉള്ളൂ. എന്താ? ഈ വന്ദന ആരാ? ഞാനാ. നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയില്ലേ, ദിയ? ആ ദിയ നിൽക്കുന്ന കുട്ടിയാണോ? ചോദിച്ച കേട്ടില്ലേ, അത് ഈ കുട്ടിയാണോന്ന്? അത് എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. കുറച്ചു കാലത്തേക്കാണ് ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള അവകാശം കോടതി നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ കാലാവധിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടിയെ ഇവരോടൊപ്പം ഓർഫനേജിലേക്ക് അയക്കണം. ഇതെന്റെ മോളാ. ഞാൻ എന്റെ മോളെ ഒരിടത്തേക്കും വിടില്ല. പോലീസാണെന്ന് വിചാരിച്ചേ എന്ത് തെമ്മാടത്തിനും കാണിക്കുന്നൊന്നും വിചാരിക്കണ്ട. ദിയമോളെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള കോടതി ഓർഡർ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഈ പറയുന്ന ദിയ എന്ന് പറയുന്ന കുട്ടിയെ ഇവിടെ താമസിപ്പിക്കാനുള്ള കോടതി ഉത്തരവ് നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ പോയിക്കോളാം. വന്ദനെ, ആ കോടതി ഉത്തരവ് അങ്ങ് എടുത്ത് കാണിച്ചേ. എടുക്ക്. അങ്ങനെ ഒരു കോടതി ഉത്തരവുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കാൻ. ഇല്ല അല്ലേ? സർ, വേണ്ട. എന്റെ മോളെ ഇവള്. എന്റെ മോളെ ഞാൻ ആർക്കും തരില്ല. വന്ദനമ്മേ, എന്നെ ഇവരോട് വിടല്ലേ വന്ദനമ്മേ. ഇല്ല മോളെ, എന്റെ മോളെ ഞാൻ എവിടേക്കും വിടില്ല. മോള് വാ. മോള് വാ, നമുക്ക് പോവാം. ഇല്ല, എന്റെ മോളെ ഞാൻ ആർക്കും തരില്ല. അയ്യോ, കൊച്ചിനെ വിടാൻ. എന്നെ കൊണ്ടുപോകല്ലേന്ന് പറ വന്ദനമ്മേ. കണ്ണി കണ്ടവരുടെ കൊച്ചിന് നിനക്കെന്താടി അവകാശം? അടങ്ങി ഒതുങ്ങി നിന്നോണം. വായങ്ങോട്ട്. അയ്യോ,
നീ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ വേഗം ജഗനെ വിളിച്ച് കാര്യം പറ. വിളിക്ക്. ഹലോ, എന്തിനാ കരയുന്നേ? ജഗ, വന്ദനെ, എന്താ പറ്റിയത്? നീ കരയാതെ കാര്യം എന്തെന്ന് പറ. എന്താണ് ഇവിടെ? എടാ പ്രകാശ, ഒരു ഓർഫനേജുകാരെ പോലീസുകാരായിട്ട് വന്ന് നമ്മളെ നിയമങ്ങളെ പിടിച്ചോണ്ട് പോയടാ. ഓർഫനേജുകാരോ? അതെ പ്രകാശ, എങ്ങനെയെങ്കിലും വന്ന് എനിക്ക് നിയമങ്ങളെ തിരിച്ചു കൊടുക്ക്. അവൾ ആകെ തകർന്നു നിൽക്കുക. വന്ദനെ, ജഗൻ എന്ത് പറഞ്ഞു? ജഗൻ വേഗം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ജഗൻ പതുക്കെ വരട്ടെ. എനിക്കറിയാത്ത ഓർഫനേജുകാരൊന്നും ഇല്ലല്ലോ ഇവിടെ. വന്ദനെ, നീ കേറ്. നമുക്ക് പോയി ദിയമോളെ കൂട്ടിട്ട് വരാം. കേറ്. ജഗൻ വരുമ്പോ ഞാനും ജഗനും കൂടി അങ്ങോട്ട് വരാം. ശരി ശരി. വന്ദനെ, ഇതേയുള്ളൂ ഇവിടെ ആകെ ഒരു ഓർഫനേജ്. പ്രകാശേട്ടൻ വാ, നമുക്ക് ദീമോൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ദീമോൾ ഇല്ലാതെ ഞാൻ മടങ്ങി പോവില്ല. വന്ദനെ, ദിയമോൾ ഇവിടെ തന്നെ കാണും. നീ ഒറ്റയ്ക്ക് പോയി തന്നെ തിരക്കണം. ദേ, ഞാൻ പിന്നെ അങ്ങോട്ട് വരാം. എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. മാനത്തെ കൊട്ടാ